Dear students, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഗ്രാഫ്, ലെവൽ കർവ്, കോണ്ടൂർ എന്നുള്ള പാർട്ടായിരുന്നു. അപ്പോൾ ഇതിൽ ലെവൽ കർവ് എന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നു. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ടാൻജൻസ് ടു ദി ലെവൽ കർവ് എന്നുള്ളതാണ്. അപ്പോൾ ലെവൽ കർവ് എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി ലെവൽ കർവിൻ്റെ ടാൻജൻ ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, അത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസും ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഒരു ചെറിയ റിസൾട്ട്. അറ്റ് എവറി പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻ ദി ഡൊമൈൻ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ദി ഗ്രേഡിയന്റ് ഓഫ് എഫ് ഈസ് നോർമൽ ടു ദി ലെവൽ കർവ് ത്രൂ എക്സ് നോട്ട് വൈ നോട്ട്. അതായത് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷന്റെ ഡൊമൈനിൽ വരുന്ന ഏതൊരു പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലുള്ള ഗ്രേഡിയന്റ് ഓഫ് എഫ് എന്നുള്ളത്, ഗ്രേഡ് എഫ് എന്നുള്ളത് ഈസ് നോർമൽ ടു ദി ലെവൽ കർവ് ത്രൂ എക്സ് നോട്ട് വൈ നോട്ട്. എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലെവൽ കർവിന് നോർമൽ ആയിരിക്കും. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജൻ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്റ്റർ ആണ് നോർമൽ. നോർമൽ വെക്റ്റർ ആകുമ്പോൾ ടാൻജൻ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈൻ ആയിരിക്കും നോർമൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോബ്ലത്തിൽ പ്രൂവ് ചെയ്യാനുള്ളത് ഗ്രേഡ് എഫ് എന്ന് പറയുന്നതും ലെവൽ കർവിന്റെ ടാൻജന്റും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ അത് പ്രൂവ് ചെയ്യുന്നതിലേക്ക് എത്താം. എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിലൂടെയുള്ള ലെവൽ കർവ് ഗ്രേഡ് എഫിന് പെർപെൻഡിക്കുലർ ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലെവൽ കർവ്, അപ്പോൾ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലെവൽ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, ലെറ്റ് ഇറ്റ് ബി സി. എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഈക്വൽ ടു സി ആണ് എങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ in the domain of f of xy such that f of xy equal to c എന്നുള്ളതാണ് ലെവൽ കർവ് വരുന്നത്. അപ്പോൾ ആ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സിനെ നമ്മൾ ആർ എന്നുള്ള ഒരു ലൈൻ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലെവൽ കർവിനെ നമ്മൾ സി എന്നുള്ള ഒരു കർവ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. Now the level curve through x naught y naught is the set of all points in the xy plane such that f of xy equal to c or c equal to f of x naught y naught. ഇനി ഈ ഒരു കർവിനെ നമ്മൾ സി എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. ലെറ്റ് സി ഈക്വൽ ടു സി സച്ച് ദാറ്റ് ആർ ടി is equal to gti plus htj be the smooth curve such that f of xt, f of g of t, h of t equal to c. അതായത് സി എന്നുള്ളത് ഈ ഒരു എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലെവൽ കർവ് ആണ് എന്നുള്ളത് നമ്മൾ എടുക്കുക. അങ്ങനെയാണ് എങ്കിൽ എഫ് ഓഫ് ജി ടി എച്ച് ടി ഈക്വൽ ടു സി ആയിരിക്കും. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ആയതുകൊണ്ട് ആർ ടി എന്നുള്ള കർവിനെ നമ്മൾ എക്സ് ഈക്വൽ ടു ജി ടി, വൈ ഈക്വൽ ടു എച്ച് ടി എന്നുള്ളത് കിട്ടും. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് ജി ടി എച്ച് ടി ഈക്വൽ ടു സി എന്നുള്ളത് കിട്ടും. ഇനി ഇതിനെ ഇക്വേഷൻ 1നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് ജി ഓഫ് ടി എച്ച് ഓഫ് ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് സി. അപ്പോൾ റൈറ്റ് സൈഡ് ഡി ബൈ ഡി ടി ഓഫ് സി എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 വരും. ലെഫ്റ്റ് സൈഡിനെ നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി ജി ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി ഇറ്റ്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ ഒരു ടേമിനെ നമുക്ക് ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ഡോട്ട് ഡി ജി ബൈ ഡി എക്സ് ഐ പ്ലസ് ഡി എച്ച് ബൈ ഡി വൈ ജെ എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇറ്റ്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് ഡെൽ ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഡെൽ ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് ഗ്രേഡിയന്റ് എഫും ഈ ആർ എന്നുള്ള കർവ്, ലെവൽ കർവിനെ നമ്മൾ സി എന്നുള്ള കർവ് എടുത്തു. ആർ ടി ഈക്വൽ ടു ജി ടി ഐ പ്ലസ് എച്ച് ടി കെ എന്നുള്ള എച്ച് ടി ജെ എന്നുള്ള കർവ് എടുത്തു. അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ടാൻജൻ ലൈനിന്റെ സ്ലോപ്പ്, ആ ഒരു സ്ലോപ്പും തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നോക്കൂ, ദി എബോവ് ഇക്വേഷൻ സേസ് ഡെൽ എഫ് ഈസ് നോർമൽ ടു ദി ടാൻജൻ വെക്ടർ ഡി ആർ ബൈ ഡി ടി, therefore it is normal to the curve.
ഓക്കെ, ഇത്രയാണ് ആ ഒരു ചെറിയ റിസൾട്ടിന്റെ പ്രൂഫ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വേഷൻസ് ടു ദി ടാൻജന്റ് ലൈൻസ് ടു ദി ലെവൽ കർവ്. അപ്പം ലെവൽ കർവ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നുള്ള ഫോമിൽ വരുന്ന സെറ്റ് ഓഫ് ഓൾ ഡൊമൈൻ പോയിന്റ്സ് ആണ് ലെവൽ കർവ് വരുന്നത്. അപ്പൊ ആ ഡൊമൈൻ പോയിന്റ്സിലുള്ള ഒരു ലെവൽ കർവ്, ആ ലെവൽ കർവിന്റെ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഒരു ഫംഗ്ഷന്റെ ഡൊമൈനിൽ വരുന്ന ഒരു പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട്, എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലെവൽ കർവ്, ആ ലെവൽ കർവിന്റെ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ലൈനെ ശ്രദ്ധിക്കാം. വി നോ ദാറ്റ് ദി ഇക്വേഷൻ ടു എ ലൈൻ ത്രൂ എക്സ് നോട്ട് വൈ നോട്ട് normal to the vector n equal to ai plus bj is a into x minus x naught plus b into y minus y naught equal to 0. അതായത് ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ, ആ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മൾ ആ ലൈനിന്റെ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ വന്നപ്പോൾ നമ്മൾ അതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായി. ലൈനിന്റെ ഇക്വേഷൻ എക്സ്, അതിന്റെ പാരാമെട്രിക് ഫോം എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ നോട്ട് എ ടി വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ബി ടി എന്നുള്ള ഫോമിൽ നമ്മൾ അതിന്റെ ലൈനിന്റെ ഇക്വേഷൻ എഴുതിയിരുന്നു. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഈ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റും ഈ ലൈനിന് നോർമൽ ആയിട്ട് വരുന്ന ഒരു വെക്ടറും ആണ് തന്നിട്ടുള്ളത് എങ്കിൽ, നോർമൽ വെക്ടർ എ ഐ പ്ലസ് ബി ജെ എന്നുള്ള ഫോമിലാണ് എങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ലൈനിന്റെ ഇക്വേഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്, ലൈനിന്റെ ഇക്വേഷനിൽ നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന പാരാമെട്രിക് ഇക്വേഷൻ എടുത്തപ്പോൾ ആ ലൈനിന്റെ ഡയറക്ഷനിലുള്ള ഒരു വെക്ടറും ആ ലൈനിലുള്ള ഒരു പോയിന്റും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെയല്ല, ലൈനിലുള്ള ഒരു പോയിന്റും ലൈനിന്റെ നോർമൽ വെക്ടറും ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണ് എങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ വരുന്നത് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇനി തൊട്ട് മുകളിൽ നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ടിൽ നമ്മൾ പറഞ്ഞു എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റിലൂടെയുള്ള ടാൻജന്റ് ലൈനിന് നോർമൽ ആണ് ഗ്രേഡ് എഫ് എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ വെക്ടർ എന്നുള്ള എൻ ഈക്വൽ ടു എ ഐ പ്ലസ് ബി ജെ എന്നുള്ളതിന് പകരം നമുക്ക് ഡെൽ എഫ് എന്നുള്ള ഈ ഒരു ഗ്രേഡിയൻ വെക്ടർ നമുക്ക് എടുക്കാൻ പറ്റും. ഗ്രേഡിയൻ വെക്ടർ വരുന്നത് എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് ഐ പ്ലസ് എഫ് വൈ എക്സ് നോട്ട് വൈ നോട്ട് ജെ എന്നുള്ള ഫോമിലാണ് ഗ്രേഡിയന്റ് വരുന്നത്. അപ്പൊ നമ്മൾ ആ വാല്യൂ എക്കും ബിക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ലൈനിന്റെ ഇക്വേഷൻ വരുന്നത് എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ലൈൻ ടു ദി ലെവൽ കർവ് എന്നുള്ളത് ഇതാണ് വരുന്നത്, എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു 0. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോബ്ലം, find the equation for the tangent to the circle x square plus y square at the point 0 minus 2. x square plus y square equal to 4 എന്നുള്ള സർക്കിളിൽ വരുന്ന 0 മൈനസ് 2 എന്നുള്ള പോയിന്റിലൂടെയുള്ള ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്. നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ള ഇതാണ് സർക്കിൾ വരുന്നത്. അപ്പം നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ള സർക്കിൾ എന്നുള്ളത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ ഒരു ലെവൽ കർവ് ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ളത്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ ഒരു ലെവൽ കർവ് ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ളത്. അപ്പം ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ളത് 0 മൈനസ് 2 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുക, 0 മൈനസ് 2 എന്നുള്ള പോയിന്റിൽ എഫിന്റെ ഗ്രേഡിയന്റ് കാണാം, ഡെൽ എഫ് കാണാം. ഡെൽ എഫ് അറ്റ് 0 മൈനസ് 2 എന്നുള്ളത് കാണാം. ഇറ്റ്സ് ഈക്വൽ ടു എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ അറ്റ് ദി പോയിന്റ് 0 മൈനസ് 2 എന്നുള്ളതാണ് വരുന്നത്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എഫ് എക്സ് ഈക്വൽ ടു 2x, എഫ് വൈ ഈക്വൽ ടു 2y. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 4j എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ ഡെൽ എഫ് ഈക്വൽ ടു മൈനസ് 4j എന്നുള്ളത് കിട്ടി. ഇനി ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞു, ലൈനിന്റെ ഇക്വേഷൻ വരുന്നത് എഫ് ഓഫ് ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ
എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടി. ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കിട്ടും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫ് എക്സ് എന്ന് പറയുന്നത് 0 ഇൻറ്റു എക്സ് മൈനസ് 0 പ്ലസ് എഫ് വൈ എന്ന് പറയുന്നത് -4 ഇൻറ്റു വൈ മൈനസ് -2 ദാറ്റ് ഈസ് വൈ പ്ലസ് 2 ഈക്വൽ ടു 0 ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു -2 എന്നുള്ളതാണ് ഇവിടെ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫംഗ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ്. നമ്മൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഡിസ്കസ് ചെയ്തത് ഫംഗ്ഷൻസ് ഓഫ് 2 വേരിയബിൾസിന്റെ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ 3 വേരിയബിൾ ഫംഗ്ഷൻസിന്റെ ഡയറക്ഷൻ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കേസിൽ ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള കേസാണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് 3 ഫംഗ്ഷൻസ് ഓഫ് 3 വേരിയബിൾസിൽ വരുന്നത്. പ്രോബ്ലം നോക്കുക. നമ്മൾ മറ്റേ തിയറീസിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് h of xyz is equal to cos xy plus e raised to yz plus log zx at the point p0 1 0 1/2 in the direction of the vector I plus 2j plus 2k. In what directions does h change most rapidly at p0 and what are the rates of change in these directions? First question, find the derivative of h of xyz is equal to cos xy plus e raised to yz plus log zx at the point p0 1 0 1/2 in the direction of the vector I plus 2j plus 2k. അപ്പം നമുക്കറിയാം ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല DUF is equal to ഫോർമുല വരുന്നത് DUF is equal to ഇവിടെ f ന് പകരം h എന്നുള്ളതാണ്. DUH is equal to del f dot u എന്നുള്ളതാണ്. del f dot u എന്നുള്ളതാണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള del h കാണാം, u കാണാം. u എന്നുള്ളത് യൂണിറ്റ് വെക്ടർ, del h എന്ന് പറയുന്ന ആ പോയിന്റിലുള്ള ഗ്രേഡിയന്റ് വെക്ടർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ u ഗിവൺ വെക്ടർ എന്നുള്ളത് I plus 2j plus 2k. അപ്പോൾ ഈ ഒരു വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ വേണ്ടിയിട്ട് that vector divided by its magnitude it's equal to simplify ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും 1/3 I plus 2/3 j plus 2/3 k എന്നുള്ളത് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഞാനത് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോട്ട്സ് എഴുതിയെടുക്കാം. ഇനി ഗ്രേഡിയന്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ 3 വേരിയബിൾ ഫംഗ്ഷൻസിന്റെ ഗ്രേഡിയൻസ് എന്ന് പറയുന്നത് fxi plus fyj plus fzk എന്നുള്ള ഫോമിൽ വരും. അപ്പോൾ ഇവിടെ hx എന്ന് പറയുന്നത് dou h by dou x at 1 0 1/2. h of xyz is equal to cos of xy plus e raised to yz plus log zx എന്നാണ് വരുന്നത്. അപ്പോൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -y into sin xy e raised to yz എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. log zx ന്റെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/zx into z എന്ന് വരും. it's equal to 1/x. at the point 1 0 1/2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്നുള്ളത് കിട്ടും. ഇതേപോലെ hy കാണാം, hz കാണാം, വാല്യൂസ് കിട്ടി. ആ വാല്യൂസ് നമ്മൾ ഗ്രേഡിയന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഗ്രേഡിയന്റ് വെക്ടർ നമുക്ക് കിട്ടുന്നത് I plus half j plus 2k എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. DUH ഇവിടെ h എന്നുള്ളതാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്, അതുകൊണ്ട് h 1 0 1/2 is equal to del h at 1 0 1/2 dot u is equal to evaluate ചെയ്യുന്നു equal to 2 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. ഇനി ക്വസ്റ്റ്യന്റെ ബി പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് in what directions does h change most rapidly at p0 and what are the rates of change in this direction? most rapid change വരുന്നത് most rapid increasing വരും, decreasing വരും. increasing വരുന്നത് del h ന്റെ ഡയറക്ഷനിലും ഡിക്രീസിങ് വരുന്നത് -del h ന്റെ ഡയറക്ഷനിലുമാണ്. അതിന്റെ അളവ് വരുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദിസ് ഡയറക്ഷൻസ് വരുന്നത് mod del h ആണ്. mod del h എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ √21/2 എന്നുള്ളതും -del h ന്റെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന മോസ്റ്റ് റാപ്പിഡ് ഡിക്രീസിങ്ങിന്റെ ചേഞ്ച് വരുന്നത് -√21/2 എന്നുള്ളതും കിട്ടും. ഓക്കെ, താങ്ക് യു.